Hello guys and welcome back to Best Car Picks. നമുക്കറിയാം കഴിഞ്ഞ ദിവസം മഹീന്ദ്ര അവരുടെ പുതിയ XUV 300 ഫേസ് ലിഫ്റ്റിൻ്റെ പുതിയ പേര് വെച്ചിട്ടുള്ള വാഹനം അതായത് XUV 3X ഇറക്കി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ വാഹനവും അതുപോലെ നെക്സോണും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ പോലെയാണ് എന്ന് പറയും. പക്ഷേ റിയൽ കമ്പാരിസൺ അല്ല, കാരണം നമ്മളിതിൽ ഓരോ വാഹനങ്ങൾ എടുക്കുമ്പോഴുള്ള ഗുണങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യം തന്നെ പുതിയ വണ്ടി XUV 3X ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ XUV 3X എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് വണ്ടികളും സപ്പോമീറ്റർ ആയതുകൊണ്ട് ലെങ്ത് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആണ്. പക്ഷേ XUVയുടെ ലെങ്ത് 5 മില്ലിമീറ്റേഴ്സ് കുറവാണ്. അതായത് 3990 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത്ത്. നെക്സോണിൻ്റെ 3995 മില്ലിമീറ്റേഴ്സ് ആണ്. പറഞ്ഞു വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷേ വിട്ട് എന്തായാലും നമ്മുടെ XUVക്കാണ് കൂടുതൽ വന്നിരിക്കുന്നത്. 1821 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വിട്ട് വരുന്നത്. അതായത് 17 മില്ലിമീറ്റേഴ്സ് ഇതിൻ്റെ വിട്ട് കൂടുതലാണ്. പിന്നെ ഹൈറ്റും ഈ വാഹനത്തിനാണ് കൂടുതൽ. 27 മില്ലിമീറ്റേഴ്സ് ഹൈറ്റ് ഇതിന് കൂടുതലാണ്. വീൽ ബേസിൽ നല്ല വ്യത്യാസമുണ്ട്. നെക്സോണിൽ 2498 മില്ലിമീറ്റേഴ്സും ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 2600 മില്ലിമീറ്റേഴ്സും ആണ്. അതായത് 102 മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം, അതുപോലെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയിലെ വ്യത്യാസമൊക്കെ നമുക്ക് പറയാം. വീൽ ബേസ് അനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയ വ്യത്യാസം വരും. ഇനി നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പം XUV 3Xൽ എന്തോരം ഫീച്ചേഴ്സാണ് അഡീഷണൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനാണ്. നെക്സോൺ EVയിൽ ഇതുണ്ട്, പക്ഷേ എന്നാൽ നോർമൽ പെട്രോൾ ഡീസൽ പവർഡ് നെക്സോണിൽ ഇത് അവൈലബിൾ അല്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ് വരുന്നത് ഫ്രണ്ടിൽ. അതായത് ഓരോ സൈഡിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റിയറിംഗ് മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് ഇപ്പോൾ ലൈറ്റ് ആക്കണമെങ്കിൽ ലൈറ്റ് ആക്കാം, കുറച്ച് ഹെവി ആക്കണമെങ്കിൽ ഹെവി ആക്കാം. അങ്ങനെ 3 മോഡ്സ് ഉണ്ട്. അത് നെക്സോണിലില്ല. കൂടാതെ ഇതിൻ്റെ അകത്ത് ഡ്രൈവ് മോഡ്സും ഉണ്ട്. ഡ്രൈവ് മോഡ്സ് പക്ഷേ നെക്സോണിൽ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഫിനിഷിംഗ് ആണ്. അതായത് നെക്സോണിൽ നമുക്ക് നടുവിലത്തെ പോർഷനിൽ കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് ലെയർ ഫുള്ളി സോഫ്റ്റ് ടച്ച് ആണ്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോർ പാഡ്സിൽ നെക്സോണിൽ സോഫ്റ്റ് ടച്ച് ഉണ്ടെങ്കിലും ടോപ്പ് പോർഷനിൽ സോഫ്റ്റ് ടച്ച് ഇല്ല. പക്ഷേ ഈ വാഹനത്തിൽ അവർ അവിടെയും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഈ സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് വരുന്ന ഒരുപക്ഷെ ഇതിൽ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 65 വാട്ട്സിന് ടൈപ്പ് C ചാർജിംഗ് പോയിന്റ് വരുന്നുണ്ട്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് വ്യത്യാസം പാനറോമിക് സൺറൂഫ് ആണ്. ഈ സെഗ്മെന്റിൽ ആദ്യമായി പാനറോമിക് സൺറൂഫ് ഓഫർ ചെയ്യുന്ന വാഹനവും തീർച്ചയായും ഇത് തന്നെയാണ്. മറ്റുള്ള വാഹനങ്ങളിലൊന്നും തന്നെ അവൈലബിൾ അല്ല. സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് വരുന്നത്. പക്ഷേ ഇതിൽ ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സൈസുള്ള സൺറൂഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ലെവൽ 2 അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ വരുന്ന ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്ക് പറയാം. അതായത് ഇപ്പം ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, പിന്നെ റിയർ ട്രാഫിക് ക്രോസ് അലർട്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. അതൊക്കെ ഒരു വാഹനത്തിനകത്തും ഉണ്ട്. നെക്സോണിൽ ഇതുവരെ ടാറ്റ അത് കൊടുത്തിട്ടില്ല. ലെവൽ 2 ആക്ച്വലി സെഗ്മെന്റ് ബെസ്റ്റ് ആണ്. കാരണം നമുക്ക് വെന്യൂലും സോണറ്റിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ലെവൽ 1 ADS ആണ്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഇതിൻ്റെ അകത്ത് അലോയ് വീൽസ് ആണ്. ഡിസൈനും ആക്ച്വലി നല്ലതാണ്. പക്ഷെ അതല്ല 17 ഇഞ്ച് സൈസ് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്. നമുക്ക് ഇതുവരെ സെഗ്മെന്റിൽ ആദ്യം XUV 300 ഇറങ്ങിയ സമയത്ത് അതിൻ്റെ അകത്ത് 17 ഇഞ്ച് വീൽസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മഹീന്ദ്ര പതുക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷെ എന്തായാലും ഫേസ് ലിഫ്റ്റിൽ അവർ വീണ്ടും 17 ഇഞ്ച് അലോയ് വീൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സെഗ്മെന്റിൽ മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ 17 ഇഞ്ച് വീൽസ് ഇല്ല, 16 ഇഞ്ചേ ഉള്ളൂ. ഇത്രയുമാണ് അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി മറ്റുള്ള പ്രോസിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. നെക്സോണിൽ ആകെ 2 ഉള്ളൂ. പക്ഷേ എന്നാൽ നെക്സോണിൽ വരുന്ന എഞ്ചിനും ഇതിനേക്കാൾ കുറച്ചും കൂടെ താഴത്തെ ലെവലിലാണ് നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് 1.2 ലിറ്റർ MPFI പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. 110 PS പവറും 200 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് മാനുവലും അതുപോലെ 6 സ്പീഡ് AMT ഓട്ടോമാറ്റിക്കലും ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ എഞ്ചിൻ്റെ പെർഫോമൻസ് നെക്സോണിൻ്റെ MPFI എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 1.2 ലിറ്റർ TGDI പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത് വളരെ നല്ല പെർഫോമൻസ് ആണ്. 130 bhp പവർ ഉണ്ട്. അതുപോലെ തന്നെ 230 Nm ടോർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടും 250 Nm ടോർക്ക് ഓവർ ബൂസ്റ്റ് ഫംഗ്ഷനിലും നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടർബോ പെട്രോൾ എന്ന് അതിനെ വിശേഷിപ്പിക്കാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അത് 300 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. നെക്സോണിൻ്റെ 260 Nm ഉള്ളൂ. പവർ ആണെങ്കിൽ പോലും 117 PS ഉണ്ട്. നെക്സോണിൻ്റെ ഓൾമോസ്റ്റ് ഐഡന്റിക്കലാണ്. കാരണം നെക്സോണിന് 115 PS അടുത്ത് പവർ ഉണ്ട്. എന്നാൽ പോലും അതിൻ്റെ അകത്ത് വരുന്ന ഒരു ടോർക്ക് റഷ് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് മറ്റൊരു വണ്ടിയിലും കിട്ടില്ല. അതായത് പവറിൻ്റെ കാര്യത്തിൽ ഈ വാഹനത്തെ തോൽപ്പിക്കാൻ ഇപ്പോൾ ഈ അടുത്തൊന്നും വേറെ വണ്ടികളൊന്നും ഇല്ല എന്ന് പറയും. വളരെ സുപ്പീരിയർ ആയിട്ടുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ആണ് മഹീന്ദ്ര ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വേരിയൻസ് ഉണ്ട്. അത് 1.2 TGDIയിലാണ് വരുന്നത്. ഡീസലിൽ ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിലും അതും AMT തന്നെയാണ്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ്ങും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആണ്. ഈവൻ ദോ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഭയങ്കര ഗംഭീരമല്ല എങ്കിൽ പോലും ഹാൻഡ്ലിങ്ങും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും ഈ സെഗ്മെന്റിൽ വളരെ നല്ലതായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് ശരിക്കും ഈ ഫേസ് ലിഫ്റ്റിൽ അവർ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ വാഹനത്തിൻ്റെ ഒരു പ്രശ്നം പ്രൈസ് ആയിരുന്നു. കാരണം കമ്പാരിറ്റീവ്ലി മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടുതലായിരുന്നു, ഫീച്ചേഴ്സ് കുറവായിരുന്നു, കുറച്ച് ഔട്ട്ഡേറ്റഡ് ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. പക്ഷെ അതൊക്കെ അപ്പോൾ അവർ മാറ്റിയിട്ട്
പ്രൈസ് കുറച്ചിട്ടുണ്ട്. 7.5 ലാക്സിലാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ 1.2 MPFI പെട്രോൾ എഞ്ചിനുള്ള മോഡലാണ്. അതിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത് 9.99 ലാക്സ് വരെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ TGDI വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 11.99 ലാക്സിലാണ്. മാക്സിമം 15.5 ലാക്സ് വരെ പോകുന്നുണ്ട്. അത് AX7L ഓട്ടോമാറ്റിക് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ വരുന്ന മോഡലിനാണ്. ഡീസലിലാണെങ്കിലും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9.99 ലാക്സിലാണ്. മാക്സിമം അത് 15 ലാക്സ് വരെയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് 15.8 ലാക്സ് വരെ കൊടുക്കേണ്ടി വരും. AMT ഓട്ടോമാറ്റിക് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും അതുപോലെ MPFI പെട്രോൾ എഞ്ചിനുള്ള മോഡൽസിൻ്റെ പ്രൈസുമാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. കാരണം 9.99 ലാക്സിൽ നമുക്ക് അതിൻ്റെ MX3 Pro എന്ന് പറയുന്ന വേരിയൻറ്റ് കിട്ടും. അത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള, ഈവൻ അതിൻ്റെ അകത്ത് സൺറൂഫ് വരെ ഉണ്ട്. പിന്നെ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അപ്പോഴേ കറക്റ്റ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ വേരിയൻറ്റ് പ്രൈസും ബേസ് മോഡലിൻ്റെ പ്രൈസ് ആണെങ്കിൽ പോലും വളരെ നല്ലതാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് XUV 3XO കമ്പാരിറ്റീവ്ലി എടുക്കാനുള്ള റീസൺസ്. ഇനി നമുക്ക് നമ്മുടെ നെക്സോൺ എടുക്കാനുള്ള റീസൺസ് നോക്കാം. സോ ഇതിനകത്ത് ആദ്യം തന്നെ ഡയമെൻഷൻസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 3995 mm ആണ് ഇതിൻ്റെ ലെങ്ത്. അതായത് 5 mm XUV 3XO വെച്ച് കൂടുതലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റും വിട്ടും ഇതിന് കമ്പാരിറ്റീവ്ലി കുറവാണ്, വീൽ ബേസും കുറവാണ്. അപ്പോൾ ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നെക്സോൺ കുറച്ചുകൂടെ താഴെയാണെന്ന് പറയാം ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ നെക്സോൺ തന്നെയാണ് കൂടുതൽ. 208 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് നെക്സോണിൽ അവൈലബിൾ ആണ്. ഇത്രേ ഉള്ളൂ സംഭവങ്ങൾ. ഇനി അടുത്തതായി ഫീച്ചേഴ്സ് നമുക്ക് കമ്പയർ ചെയ്യാം. പറഞ്ഞു വരുമ്പം രണ്ട് വാഹനങ്ങളുടെയും ഫീച്ചേഴ്സ് വളരെ ഐഡൻറ്റിക്കലാണ്. ഇപ്പോൾ ഇൻഫോടൈം സിസ്റ്റം, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇതൊക്കെ രണ്ടിലും ഓൾമോസ്റ്റ് സിമിലർ സൈസിലാണ് വരുന്നത്. പക്ഷെ എന്നാലും ടാറ്റയുടെ ഇപ്പോൾ ഡാഷ്ബോർഡ് ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് XUV 3XO വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരിയും കൂടെ മോഡേൺ ആയിട്ട് നമുക്ക് പറയാം. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കുറവാണ്, പക്ഷെ എന്നാൽ പോലും ലേ ഔട്ട് കുറച്ചുകൊണ്ട് ബെറ്റർ ആണ്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഫിനിഷൊക്കെ ആണെങ്കിലും അതിൻ്റെ അകത്ത് അവർ ലെതർ റാപ്ഡ് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ നടുവിൽ അവർ ഗ്ലോസ് ബ്ലാക്ക് പാനൽ കൊടുത്തിട്ടുണ്ട്. ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോ ഒക്കെ ഉണ്ട്. അത് കുറച്ച് പെട്ടെന്ന് നമ്മുടെ കൈയുടെ ഒരു സ്മഡ്ജസ് ഒക്കെ വരും. പക്ഷെ എന്നാൽ പോലും മൊത്തത്തിലുള്ള ഡിസൈൻ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ബട്ടൺസ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 8 സ്പീക്കർ ഓഡിയോ സിസ്റ്റം പ്ലസ് 1 സബ് വൂഫർ ആണ് വരുന്നത്. XUVയുടെ മോശമൊന്നുമല്ല, അതിൻ്റെ അകത്ത് 7 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ആണ് വരുന്നത്. അതും ഹാർമൻ കാർഡിൻ്റെ ആണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ JBL കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. 4 സ്പീക്കർ, 4 ട്വിറ്റർ, ഒരു സബ് വൂഫർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. പിന്നെ ഒരു വ്യത്യാസം പറയാൻ പറ്റുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഫംഗ്ഷൻസ്, അതായത് വെൽക്കം ഫംഗ്ഷനും ഗുഡ് ബൈ ഫംഗ്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ലൈറ്റിങ്ങിന് ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അത് ഫ്രണ്ടിലും ബാക്കിലും അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോഴും ലോക്ക് ചെയ്യുമ്പോഴൊക്കെ അത് രാത്രി കാണാൻ കുറച്ചുകൊണ്ട് രസമാണ്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സിമിലർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, രണ്ട് വാഹനങ്ങളിലും ഇഷ്ടംപോലെ എക്യുപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കോമൺ ആയിട്ടുള്ള ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് 360° ക്യാമറ, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, വയർലെസ് ചാർജിങ് പാഡ്, അങ്ങനെ പറയേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഇനി അടുത്ത നെക്സോണിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിൻ്റെ മൈലേജ് ആണ്. ഡീസൽ എഞ്ചിൻ നെക്സോണിൽ വരുന്നത് കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടെ പവർ കുറവാണ്, കുറച്ച് നോയ്സിയാണ്. പക്ഷെ എന്നാൽ പോലും മൈലേജിൻ്റെ കാര്യത്തിൽ XUV 3XOയിൽ നമുക്ക് 21 kmph അടുത്ത് വരുമ്പോൾ നെക്സോണിൻ്റെ അവർ ക്ലെയിം ചെയ്യുന്ന 25 kmph അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ മൈലേജിൽ. പക്ഷേ പെർഫോമൻസിൽ ഒബ്വിയസ്ലി നമുക്കറിയാം മറ്റതാണ്. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസിൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് വരുന്ന എടുക്കുകയാണെങ്കിൽ XUV 3XOയിൽ നമുക്ക് ടോർക്ക് കൺവേർട്ടർ ഉണ്ട്. പക്ഷേ അത് എഗെയിൻ പെട്രോളിൻ്റെ കൂടെ മാത്രമേ കിട്ടുന്നുള്ളൂ. നെക്സോണിൽ നമുക്ക് AMT ഉണ്ട്, അതിൻ്റെ കൂടെ DCT ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. ടാറ്റ അതിനെ DCA എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈവൻ ദോ മറ്റുള്ള ശരിക്കുള്ള DCT ഓട്ടോമാറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി സ്ലോ ആണ് ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ. പക്ഷെ എന്നാൽ പോലും നമുക്കിത് കിട്ടുന്നുണ്ട് എന്നെങ്കിലും പറയാം. ഇതുവരെ റിലയബിലിറ്റി പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞ് കേട്ടിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇത് വെറ്റ് ക്ലച്ച് DCT ആണ്. പൊതുവെ ഈ പ്രൈസ് പോയിന്റിലൊക്കെ നമുക്ക് കിട്ടാറുള്ളത് ഡ്രൈ ക്ലച്ച് ആണ്. പക്ഷേ എന്തായാലും റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ടോക്ക് കൺവേർട്ടറിൻ്റെ അത്രയും മാച്ച് ചെയ്ത് നിൽക്കാനൊന്നും നമ്മുടെ DCT അല്ല DCAയ്ക്കൊന്നും പറ്റില്ല. ഈവൻ അത് ASIN സോഴ്സ്ഡ് ടോക്ക് കൺവേർട്ടർ ആണ് XUV 3XOയിൽ വരുന്നത്. അതായത് ജാപ്പനീസ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ്. ഇനി നെക്സോണിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ XUV 3XOയ്ക്ക് ആ ഒരു 1.2 MPFI പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിലാണ് പ്രൈസിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്. ബാക്കി എഞ്ചിൻ ഓപ്ഷൻസിലൊന്നും അങ്ങനെ ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നെക്സോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 8.2 ലാക്സിലാണ്. പക്ഷേ എൻഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെയിം പ്രൈസ് പോയിന്റ്, അതായത് 15 lakhs ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മുടെ ടോപ്പ് ആൻഡ് ഫിയർലെസ് പ്ലസ് ഓട്ടോമാറ്റിക് മോഡലിൻ്റെ XUV 3XO പക്ഷേ 50,000 കൂടുതലാണ് നമ്മളിത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഡീസലിൻ്റെ പ്രൈസ് എക്സാക്ട്ലി സെയിം ആണ്. 15.8 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസും അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളൊക്കെ ഭയങ്കര എക്സ്പെൻസീവായി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റും ഈവൻ ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റിലുള്ള വണ്ടികളുമായിട്ടും വരെ പ്രൈസിങ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഓപ്ഷൻസാണ് ഈ പറയുന്ന വാഹനങ്ങളുടെയൊക്കെ ടോപ്പ് ആൻഡ് വേരിയൻസ്. ഗൈസ്, അപ്പോൾ ഇതാണ് XUV 3XOയും അതുപോലെ നമ്മുടെ നെക്സോണും തമ്മിലുള്ള കമ്പാരിസൺ പോലത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.